ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഈദ് വ്ളോഗാണ്. രാവിലത്തെ ആ ഒരു ജഗബൊഗയിൽ എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പപ്പൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം. ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കാര്യം വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മാനെ വിളിച്ച് ഈദ് മുബാറക്ക് പറഞ്ഞ് എല്ലാവരോടും സംസാരിച്ച് കോള് കട്ട് ചെയ്തതാണ്. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി പെട്ടെന്ന് അങ്ങോട്ട് പോയതാണ്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ബാപ്പാപ്പയും പപ്പപ്പയും അമ്മായിയും ആണ് ഉണ്ടായിരുന്നത്. താത്തമാരും കാക്കമാരൊക്കെ വെളിയിലാണ്, നാട്ടിലില്ല ആരും. ബാപ്പാപ്പാന്ന് ഞാൻ വിളിക്കുന്നത് പപ്പാൻ്റെ സിസ്റ്ററെ ഹസ്ബൻഡിനാണ്. അതുപോലെ തന്നെ പപ്പപ്പാന്ന് വിളിക്കുന്ന പപ്പാൻ്റെ ഉപ്പാനെയാണ് ഞാൻ പപ്പപ്പാന്ന് വിളിക്കുന്നത്. പിന്നെ പപ്പമ്മ മരിച്ചിട്ട് 2 വർഷമായി. അങ്ങനെ ഞങ്ങൾ പപ്പപ്പനെയും ബാപ്പാപ്പനെയും അമ്മായിനെയൊക്കെ കണ്ട് അമ്മായി ഉണ്ടാക്കിയ പായസമൊക്കെ കുടിച്ച് ഇവിടുന്ന് ഞങ്ങൾ നേരെ ഫോക്കസ് മോളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ ഫോക്കസ് മോളിലേക്ക് പോകാമെന്നുള്ളതും വലിയ പ്രീ പ്ലാൻ ആയിട്ട് വന്നതൊന്നുമല്ല. പോകുന്ന സമയത്താണ് ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചത്. എന്തായാലും വീട്ടിൽ പോയിരുന്നാൽ വെറുതെ ഒരു പണിയില്ലാതിരിക്കണം. അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫോക്കസ് മോളിലേക്ക് എത്തി. ഫോക്കസ് മോളിലേക്ക് എത്തിയ സമയത്ത് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ മാത്രമേ ഇതായിട്ട് ഇങ്ങോട്ടൊക്കെ കറങ്ങാൻ വന്നുള്ളൂ. കാരണം ഞങ്ങൾ പുറത്ത് അധികം ആൾക്കാർ അങ്ങനെയൊന്നും കണ്ടില്ല. ഉള്ളിൽ കയറിയ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. എന്നോട് സ്റ്റാർട്ടിങ് തന്നെ കയറുമ്പോൾ പപ്പയും അമ്മയും പറഞ്ഞു, എന്നാൽ പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് തുടങ്ങിക്കോ. അപ്പം ഞാൻ പറഞ്ഞു, ഫോട്ടോസ് ഇപ്പം ഞാൻ എടുക്കൂല, എൻ്റെ മുടിയും മുഖമൊക്കെ ആകെ കൂടെ ചീഞ്ഞ് ചപ്പിളി ആയിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് സെറ്റാക്കിയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഫ്രഷായി ബാക്കി വീഡിയോസ് എടുക്കുകയാണ്. ഞങ്ങൾ നേരെ കയറിയത് ഫസ്റ്റ് തന്നെ ട്രെൻഡിലേക്കാണ്. ട്രെൻഡ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ് സെക്ഷന്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് സെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മെയിനായിട്ട് പോവുക. അപ്പോൾ ഞങ്ങൾ ബാഗ് നോക്കി. ബാഗ് ഞാൻ നോക്കുന്നത് മെയിൻലി എനിക്കും അമ്മക്കും നല്ല ബാഗിൻ്റെ ഒക്കെ ഒരു ക്രേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത് നോക്കി. ഹാൻഡ് ബാഗ്സും കാര്യങ്ങളൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ സെക്ഷൻ കഴിഞ്ഞതാ നേരെ പപ്പ പോവുക പപ്പൻ്റെ ക്രേസായ ജീൻസിൻ്റെ സെക്ഷനിലേക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സെൻറ്റർ ഫീൽഡ്സിലേക്ക് കയറി. പപ്പക്ക് മെയിൻലി എൻ്റെ ഉദ്ദേശം മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ ഇതേപോലത്തെ കുറച്ച് പ്രഹസനം കാണിക്കുക. എന്ത് പ്രഹസനമാണ് സജി എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇങ്ങനെയൊക്കെ കയറി. എൻ്റെ കുറച്ച് പ്രഹസനം ഉണ്ടാവുമെന്ന് പപ്പയ്ക്കും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാംഗോ ബാറൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ്ങും കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.